അപ്പോൾ മുത്തുംപഴത്തിൻ്റെ ഏറ്റവും ഒരു പുതിയ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. OMV സാറിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളിലെ പാടുക അല്ലെങ്കിൽ പാട്ട് പാടി എന്നൊക്കെയുള്ള വാക്ക് ഈ ഓരോ ഗാനങ്ങളിൽ ഏതൊക്കെ ഭാഗത്ത് എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ചിത്രം പ്രതീക്ഷ. അപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഏതാണ് പാട്ടെന്നുള്ളത്. ചന്ദ്രഹാസൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. അപ്പോൾ അതുപോലെ സൽ ചൗധരി സാറും OMV സാറും തമ്മിലുള്ള കോംബോയാണ് ഇതിലെ ഗാനങ്ങൾ. ഇതിലെ ആദ്യത്തെ ഗാനം ഏതാണ് പ്രതീക്ഷയിലെ? അപ്പോൾ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഗാനം പറയാം. യേശുദാസ് സാർ ആലപിച്ച എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമേ വേദി. ഓർമ്മകളെ കൈവള ചാർത്തി ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. നോക്കൂ, ഏതോ ശോകാന്തരാഗം അല്ലേ, ഏതോ ഗന്ധർവൻ പാടുന്നു. കണ്ടോ, ഗന്ധർവൻ പാടുന്നു എന്നാണ് പല്ലവിയുടെ അവസാനം അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിലും ആ സ്റ്റാമ്പോട് കൂടിയാണ് തുടങ്ങുന്നത്. ഏതോ ഗന്ധർവൻ പാടുന്നു. അനുപല്ലവി തുടങ്ങുന്നതന്നെ നോക്കൂ. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ. രണ്ട് തവണയാണ്. നോക്കൂ, ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിഷാദരാഗങ്ങളൻ വിരുന്നുകാരാ ഓർമ്മകളെ. ഉണ്ടോ, ഇന്ന് രസകരമായ ഗാനമാണ്. അവിടെയും അദ്ദേഹത്തിൻ്റെ വാക്ക് കൈവിട്ടിട്ടില്ല. ജാനകിയമ്മ പാടിയ ഒരു ഗാനമുണ്ട്. നെറുകയിൽ നീ തൊട്ടു നിർവൃതി ഉണർന്നു. നെറുകയിൽ നീ തൊട്ടു നിർവൃതി ഉണർന്നു എന്നൊരു ഗാനമുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ പല്ലവി ആരംഭിക്കുന്നത്. ചരണത്തിൻ്റെ അവസാനമാണ് ആ വാക്ക് വരുന്നത്. ആദ്യത്തെ വസന്തത്തിൽ പാടിയ കുയിലിൻ്റെ ആ ദിവ്യ ലഹരി ഞാൻ നുകർന്നു. കണ്ടോ, ആദ്യത്തെ വസന്തത്തിൽ പാടിയ കുയിലിൻ്റെ. കുയിൽ വന്നാലും മൈന വന്നാലൊക്കെ പാട്ട് വരും. തപ്പും തൊടിയും എല്ലാ പ്രയോഗങ്ങളും ഉണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ഇതിൽ ജാനകി പാടിയ മറ്റു രസകരമായൊരു ഗാനമുണ്ട്. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ നെയ്തു നെയ്തു പാടുന്നു. അവിടെ ഇത് തന്നെ, കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ നെയ്തു നെയ്തു പാടുന്നു. തുടക്കം തന്നെ പാടുന്നു എന്നുള്ള പ്രയോഗത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. വീണ്ടും പല്ലവിയുടെ അവസാനം. ആരെ ആരെ കാണാൻ നീ കാത്തിരിക്കുന്നു, ആരു പാടും ഈണം നീ ഓർത്തിരിക്കുന്നു. കണ്ടോ, ആരു പാടും നീ ഈണം ഓർത്തി. വീണ്ടും ഉണ്ട് പാടുമെന്നുള്ള വാക്ക്. ഇതാ വീണ്ടും പൂങ്കൈത കാറ്റേവ പാടും കാലം. പൂങ്കൈത കാറ്റേവ പാടും കാലം. നീയാം നിലാവിൽ നൃത്തം ചെയ്തൻ കരൾ പാടും കാലം. വീണ്ടും പാടും പാടും. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരിക ആണ്, ഓരോരോ വരിയായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഇനി അനുപല്ലവിയിൽ എൻ്റെ കളം പാട്ടിന്ന് കുറുംകുടൽ ഊതുമ്പോൾ. കണ്ടോ, എൻ്റെ കളം പാട്ടിന്ന് കുറുംകുടൽ ഊതുമ്പോൾ. അവിടെയും വന്നിരിക്കുന്നു വീണ്ടും ഈ വാക്ക്. ഏതിരഞ്ഞി ചോട്ടിൽ നീ കാത്തിരിക്കുന്നു, ഏതു പാട്ടിൻ ഈണം നീ ഓർത്തിരിക്കുന്നു. കണ്ടോ, വീണ്ടും ഏതു പാട്ടിൻ നീ ഈണം നീ ഓർത്തിരിക്കുന്നു എന്നാണ്. പാട്ട് 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 എല്ലാ വാക്കിലും അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്ന ചിത്രത്തിലെ 3 ഗാനങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. ഓർമ്മകളെ കൈവള ചേർത്തു, ഒത്തിരി സ്വപ്നങ്ങൾ നീ എന്നുള്ള ഗാനം, പിന്നെ നെറുകയിൽ നീ തൊട്ടു. ഇതിലെല്ലാം നിറച്ച് സമൃദ്ധമായി ഈ വാക്കുണ്ട്. പക്ഷേ ഈ വാക്ക് വരാത്ത ഒരു കർണാമൃതമായ ഒരു ഗാനം കൂടെ ഈ ചിത്രത്തിലുണ്ട്. അതും കൂടെ പാടി നമുക്കിത് തൽക്കാലം അവസാനിപ്പിക്കാം. യേശുദാസ് സാറാണ് ആരംഭിച്ചിരിക്കുന്നത്. ആതിരപ്പൂവണിയാൻ ആത്മസഖി എന്തേ വൈകി, തുഷാരവൈഡൂര്യമായി പൂവുകൾ തൻ രോമാഞ്ചം മലർദീപമാ
മനസ്സാകെ ആതിരപ്പൂവണിയ ആത്മസഖി എന്തേ വൈകുന്നില്ല, പോകുന്നു. എന്തിനാണെന്നറിയോ? ഒ.എൻ.വി. സാറിൻ്റെ ഇനിയും കടൽ പോലെ കിടക്കുന്ന ഗാനങ്ങളുടെ ശിഖരത്തിൽ നിന്ന് ഈ വാക്കുള്ള പാട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. തൽക്കാലം വിടാം.